വളരെ സജീവമാണല്ലോ ശ്രീ വി എം. പ്രത്യേകിച്ച് ഈ അടുത്ത കുറേ ദിവസങ്ങളിലായി താങ്കൾ കേരളത്തിൽ ആറ്റിങ്ങലിൽ മത്സരിക്കാൻ ഉറച്ചോ? അല്ല, അതായത് ബി ജെ പിയുടെ ഒരു രീതി, മത്സരിക്കാൻ എല്ലാവർക്കും ആഗ്രഹിക്കാം, ഏത് സ്ഥലത്ത് മത്സരിക്കാനും ആഗ്രഹിക്കാം. പക്ഷേ അവസാനത്തെ തീരുമാനം പാർട്ടിയുടേതാണ്. താങ്കൾ സജ്ജമായി കഴിഞ്ഞു? ഞാൻ സജ്ജമാണ്. അതായത് അതിൻ്റെ കാരണം, രാജ്യസഭാ അംഗത്വം എനിക്ക് പാർട്ടി 6 വർഷത്തേക്ക് തന്നപ്പോൾ ഞാൻ 6 വർഷം എനിക്ക് കിട്ടിയിട്ടുള്ള ഇതിൻ്റെ അധികാരം ആ അധികാരത്തിൽ ലഭിക്കലല്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനാണത് പാർട്ടി തന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് രാജ്യസഭാ അംഗങ്ങളും മന്ത്രിമാരുമായിട്ടുള്ള ആളുകൾ ഒരു നിയോജക മണ്ഡലത്തിൽ ഫോക്കസ് ചെയ്യണം. കാരണം രാജ്യത്തിന് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, ബന്ധപ്പെട്ട സംസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ അതോടൊപ്പം ഒരു നിയോജക മണ്ഡലത്തിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാസ് റൂട്ട് ലെവലിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട്. എനിക്ക് അങ്ങനെ ഞാൻ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിൽ പൊതുവായും ഞാൻ സജീവമാണ്. ഇത്രയും ഉള്ളു തുറന്ന് സംസാരിച്ച സ്ഥിതിക്ക് ഞാൻ ഒന്നുകൂടി ആ ചോദ്യം ഇങ്ങനെ ചോദിക്കാം. ആറ്റിങ്ങലിൽ ശ്രീ വി മുരളീധരൻ ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ മാനസികമായി തയ്യാറെടുത്തു കഴിഞ്ഞു? എനിക്ക് ഏറ്റവും മത്സരിക്കാൻ താല്പര്യമുള്ള മണ്ഡലം ആറ്റിങ്ങലാണ്. പക്ഷേ പാർട്ടി നാളെ പറഞ്ഞിരിക്കട്ടെ, പാർട്ടി അവിടെ വേറെ ആൾ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ ഞാൻ അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കും.